ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ UNNIPGS. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും UNNISTECHVLOGിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്ന ഒരു ഫ്ലോട്ട് സ്വിച്ചിൻ്റെ വാട്ടർ ലെവൽ കൺട്രോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കമൻറ്റ്സ് വന്നിരുന്നു, അതേപോലെ തന്നെ കുറച്ച് വാട്സപ്പ് മെസ്സേജും വന്നിരുന്നു. എങ്ങനെയാണ് നമ്മളിത് ഒരു 24 വോൾട്ട് ചെയ്യുക, 12 വോൾട്ട് ചെയ്യുക, കോണ്ടാക്ടർ ഉപയോഗിച്ച് ചെയ്യുക, അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് സ്കെച്ച് മുഖേനയാണ് ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വാട്ടർ ലെവൽ കൺട്രോൾ 230 വോൾട്ടിൽ എങ്ങനെ ചെയ്യാം, കോണ്ടാക്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം, അതേപോലെ തന്നെ 24 വോൾട്ടിൽ എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് സ്കെച്ച് മുഖേനയാണ് നമ്മൾ ഈ വീഡിയോ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ തന്നെ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡയഗ്രം കിട്ടിക്കഴിയുമ്പോൾ ആ ഡയഗ്രം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പമ്പിൽ നമുക്ക് എങ്ങനെ ഒരു ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം M എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഒരു മോട്ടറായിട്ട് നിങ്ങൾ കണക്കാക്കുക. മോട്ടറിൽ നിന്നും പ്രധാനമായിട്ടും നമുക്ക് 3 വയറുകളാണ് ഉണ്ടാകുക. 1, 2, 3 വയറുകൾ. ഈ 3 വയറിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എർത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണിച്ച് നിർത്തുകയാണ്. അത് സ്കെച്ചിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ നിങ്ങളങ്ങനെ കണക്കാക്കിയാൽ മതി. ഇനി നമുക്കൊരു ന്യൂട്രൽ ലൈൻ ഉണ്ടാവും. ഇത് ന്യൂട്രൽ ലൈൻ. ഇത് ഒന്നെങ്കിൽ നമ്മുടെ സോക്കറ്റിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ DBയിൽ നിന്ന് ഡയറക്റ്റ് ന്യൂട്രലായിട്ടായിരിക്കും മോട്ടറിന് സാധാരണ കണക്ട് ചെയ്യാറ്. ഇനി അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഒരു സ്വിച്ച് കൺട്രോൾ. അതായത് ഫേസ് വന്നിട്ട് ഒരു സ്വിച്ച് കൺട്രോളിൽ കയറി ആണ് മോട്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ ഡയഗ്രം കൂടി നമുക്ക് കൂടെ താഴത്ത് വരക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വാട്ടർ ടാങ്കിലിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡെമോ. ഇത് നമ്മുടെ വാട്ടർ ടാങ്കായിട്ട് കണക്കാക്കുക. ഇതിൽ നമ്മുടെ ഫ്ലോട്ട് സ്വിച്ച് വരുന്നു. ഫ്ലോട്ട് സ്വിച്ചിൽ നമ്മുടെ ലെവലിനനുസരിച്ച് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യുന്നു. ഫ്ലോട്ട് സ്വിച്ചിന് പ്രധാനമായിട്ടും നമുക്ക് 3 വയറാണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. 3 വയറുകൾ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഈ സ്വിച്ചിൻ്റെ 2 ടെർമിനലുകളിൽ നിന്നും ഓരോ വയറുകൾ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. അതായത് ഈ ഫ്ലോട്ട് മുകളിലേക്ക് വരുമ്പോൾ ഓൺ ആവുകയും താഴത്തേക്ക് വരുമ്പോൾ ഓഫ് ആവുകയും ചെയ്യുന്ന പൊസിഷനിൽ അപ്പോൾ നമ്മൾ കൊടുക്കാം. ഈ ഫ്ലോട്ട് നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ ഓൺ ആവുകയും മുകളിലേക്ക് വരുമ്പോൾ ഓഫ് ആവുകയും ചെയ്യുന്ന വയറുകൾ നോക്കിയിട്ട് വേണം ഇവിടെ കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസ് സപ്ലൈ നേരെ ഇതിൻ്റെ അകത്ത് കയറി വരും. വാട്ടർ ടാങ്കിൽ വെള്ളം കുറയുമ്പോൾ ഇത് കണ്ടിന്യൂറ്റി ഓൺ ആകും. തിരിച്ച് സപ്ലൈ വരും, മോട്ടറിലേക്ക് ഡയറക്റ്റ് പോകും. ഇതിൻ്റെ ഗുണം, നമുക്ക് ഈ സ്വിച്ച് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാനുവലായിട്ട് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്താൽ മാനുവലായിട്ട് നമുക്ക് ഈ മോട്ടറിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്തു നിന്നുള്ള ഗുണം. ഇനി നമുക്കൊരു ടാങ്ക് നിറഞ്ഞു എന്നൊരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഈ ന്യൂട്രലിൽ നിന്ന് ഒരു ലൈൻ എടുക്കുക, നേരെ കൊണ്ടുവരിക. ഈ എക്സ്ട്രാ വയർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ ഓണാവുകയും തിരിച്ച് വരുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഓഫ് ആവുകയും ചെയ്യുന്ന കണ്ടീഷനില്ലാത്ത മറ്റൊരു വയറുണ്ടല്ലോ, ആ വയറിൽ നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ സ്വിച്ച് ഓൺ കണ്ടീഷനാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു ലാമ്പ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നിങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്ക് ഫില്ലിൻ്റെ നിറഞ്ഞു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കിട്ടാനായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 കോർ വയർ തന്നെ നമ്മൾ മുകളിലേക്ക് നമ്മൾ സ്വിച്ചിൻ്റെ പറ്റയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് ന്യൂട്രലുമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഇൻഡിക്കേറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെയും വർക്ക് ചെയ്യിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു തരാം. ന്യൂട്രൽ നേരെ മോട്ടറിലേക്ക് പോകുന്നു, ഫേസ് നേരെ വരുന്നു, സ്വിച്ചിൽ കയറി സ്വിച്ച് ചെയ്ത് മോട്ടറിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ 2 ടെർമിനലിൽ നിന്ന് 2 വയറുകൾ എടുത്തിട്ട് ഫ്ലോട്ടിൻ്റെ ടെർമിനലുകൾ നോക്കി ഏതാണ് താഴത്തേക്ക് വരുമ്പോൾ ഓൺ ആകുന്നത്, മുകളിലേക്ക് വരുമ്പോൾ ഓഫ് ആകുന്നത് എന്ന് നോക്കുക. അപ്പോൾ താഴത്തേക്ക് വരുന്ന ഓൺ ആകുന്ന 2 വയറുകളിൽ നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ആകും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, സോക്കറ്റിലാണ് കണക്ട് സോക്കറ്റ് റിമൂവ് ചെയ്യുക.
DB എന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചുകൾ പ്രധാനമായിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, കാരണം ഈ സ്വിച്ചിലേക്ക് വരുന്ന എപ്പോഴും ഫേസ് ഉണ്ടാകും. അപ്പോൾ DB എന്ന് മോട്ടോർ കൺട്രോളിൻ്റെ ഫേസ് വയർ അതല്ലെങ്കിൽ MCB ഓഫ് ചെയ്തിട്ടിട്ട് വേണം ഈ വർക്ക് ചെയ്യാൻ. ഇനി അടുത്ത കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്ന ഒരു 24 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ടിലെ കോണ്ടാക്ടർ വെച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നതെന്നാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് 24 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് രണ്ട് വേണേലും എടുക്കാം. നമ്മുടെ ഉപയോഗിക്കുന്ന കോണ്ടാക്ടറിനനുസരിച്ചാണ് ഈ പറയുന്നത്. ഇത് SMPS ആണ്. SMPS അല്ലെങ്കിൽ നമുക്കിവിടെ ട്രാൻസ്ഫോർമറും യൂസ് ചെയ്യാം. പക്ഷേ ഇത് DC ആക്കണം, കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 230 ഇൻപുട്ട് കൊടുക്കണം. 230 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഔട്ട് കിട്ടും. 12 അല്ലെങ്കിൽ 24 നോക്കുക. അതൊരു പ്ലസ്സും ഒരു നെഗറ്റീവും, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, അതൊന്നും ഉറപ്പില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത് വരുന്നത് കോണ്ടാക്ടറാണ്. ഈ കോണ്ടാക്ടറിലാണ് നമ്മൾ മോട്ടറിൻ്റെ കൺട്രോൾ കൊടുക്കുക. അപ്പോൾ ഈ സെക്ഷനിൽ ഒരു മോട്ടർ, ഇവിടെയാണ് നമ്മുടെ മോട്ടർ എന്ന് വെച്ചിരിക്കുക. ഈ മോട്ടറിലേക്ക് ഫേസും ന്യൂട്രലും പോകുന്നത് ഇവിടെ നിന്നാണ്. ഈ കോണ്ടാക്ടറിൻ്റെ ഔട്ടാണ്. ഇത് L1 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം, ഇത് L2 എന്ന് മാർക്ക് ചെയ്യാം, ഇത് L3 മാർക്ക് ചെയ്യാം, ഇത് L4 ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇതിനൊരു ഇൻപുട്ട് നമ്മുടെ DB നിന്ന് വന്നിട്ടുണ്ടാകും. ഇവിടെ ന്യൂട്രൽ, ഇവിടെ ഫേസ്. അപ്പോൾ ഈ കോണ്ടാക്ടർ ഓൺ ആകുമ്പോഴാണ് മോട്ടോർ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ കോണ്ടാക്ടർ ഓൺ ആകുന്ന സമയത്ത് മോട്ടോർ ഓൺ ആകും. അപ്പോൾ ഇനി കോണ്ടാക്ടറിനെ നമുക്ക് A1 A2 എന്നിങ്ങനെ രണ്ട് ടെർമിനലുകൾ അഡീഷണൽ കാണും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള സപ്ലൈ, അതിപ്പോൾ നമ്മളൊരു 24 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ കോണ്ടാക്ടറാണ്. 12 വോൾട്ട് കോണ്ടാക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ A1 A2 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് 24 വോൾട്ട് ചെല്ലുമ്പോഴാണ് ഈ കോണ്ടാക്ടർ ഓൺ ആകുന്നത്. അപ്പോൾ കോണ്ടാക്ടർ ഓൺ ആകുമ്പോൾ നമുക്ക് മോട്ടോർ വർക്കിംഗ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള മുകളിൽ വെച്ചാൽ നമ്മൾ വാട്ടർ ടാങ്കിലേക്ക് 230 വോൾട്ട് ഒരിക്കലും ചെല്ലില്ല. അതുകൊണ്ട് ഷോക്ക് പ്രൂഫായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ നമുക്ക് നോക്കാം. അതിനും ഒരു വാട്ടർ ടാങ്ക് വരുന്നു. ഈ വാട്ടർ ടാങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. 3 വയറുകൾ താഴത്തേക്ക് വരുമ്പോൾ ഓൺ ആവുന്നു, മുകളിലേക്ക് വരുമ്പോൾ ഓഫ് ആവുന്നു. അപ്പോൾ ഇതിന് ഔട്ടായിട്ടുള്ള, നമ്മൾ ഈ ട്രാൻസ്ഫോറിൻ്റെ ഔട്ടായിട്ടുള്ള നെഗറ്റീവ് നമ്മൾ കൊണ്ട് നേരെ A2ലേക്ക് കയറ്റുന്നു. ഓക്കെ, ഇനി പ്ലസ് നമ്മളിവിടെ നിന്ന് എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് അടുത്തൊരു ടെർമിനലിൽ ഫ്ലോട്ടിൻ്റെ വയറിൽ കൊടുത്തു. ഇനി A1ൽ നിന്നും നമ്മൾ നേരെ അടുത്ത ടെർമിനലിൽ കൊണ്ടുവരുന്നത് ഇതിലേക്കാണ്. അപ്പോൾ 12 വോൾട്ട് ഇവിടെ നിന്ന് ഓണാകുന്നു, നേരെ ഫ്ലോട്ട് സ്വിച്ച് പോകുന്നു. ഫ്ലോട്ട് സ്വിച്ചിൽ നേരെ കറങ്ങി A1ലേക്ക് വരുന്നു. ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഈ കോണ്ടാക്ടർ ഓട്ടോമാറ്റിക് പിടിക്കും, പമ്പർ ആവും. സെയിം വർക്കിംഗ്. അപ്പോൾ കൺട്രോളുകളുടെ കാര്യങ്ങൾ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഇത് നമ്മളിപ്പോൾ ഒരു 3 ഫേസിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിലും 3 ഫേസിലും വരുന്നത് സെയിം ആണ്. അപ്പോൾ നമ്മൾ 3 പോൾ ഐസൊലേറ്ററുകളിൽ നിന്ന് നേരെ വരുന്നു, 3 ഫേസിൻ്റെ കോണ്ടാക്ടർ വരുന്നു, കോണ്ടാക്ടറിൽ നിന്ന് നേരെ ഔട്ട് മോട്ടറിലേക്ക് പോകുന്നു. ഈ കോണ്ടാക്ടറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോണ്ടാക്ടറിലേക്ക് വരുന്ന സപ്ലൈയെ നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യും. ഇപ്പോൾ നമുക്കിത് ഈ ഫ്ലോട്ട് സ്വിച്ച് വെച്ച് തന്നെ ഇത് 12 അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 230 വോൾട്ട് കൊടുത്താലും ഈ കോണ്ടാക്ടർ 230 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഒരു 3 ഫേസ് മോട്ടറിൻ്റെ കേസ് വരുമ്പോൾ ഇത് 3 ഫേസ് ആണ്. അപ്പോൾ നമുക്ക് ഫ്ലോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്ടർ വർക്ക് ചെയ്യിക്കാനായിട്ട് ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ സഹായം വെച്ച് നമുക്ക് കോണ്ടാക്ടർ 230 വോൾട്ടിൽ വർക്ക് ചെയ്യിച്ചും എടുക്കാം. അപ്പോൾ ഏകദേശം ഏവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഇല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താലും മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനായിട്ട് പറ്റിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.